DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 18 ബുധൻ. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്ക് കുടിശ്ശികയും പിഴപ്പലിശയും ഇളവുകളോടെ അടച്ചു തീർക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 31 വരെയാണുള്ളത്. 60 വയസ്സിന് ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ കാലാവധിക്കുള്ളിൽ കുടിശ്ശിക തീർപ്പാക്കേണ്ടതാണ്. അതിനാൽ എല്ലാ അംഗങ്ങളും 2026 മാർച്ച് 31 മുൻപായി ഇളവുകളോടെ കുടിശ്ശികയും പിഴപ്പലിശയും അടച്ചു തീർക്കുവാനുള്ള ഈ അവസരം വിനിയോഗിക്കുക. അടുത്ത അറിയിപ്പ്, ഇന്നലെ കുതിച്ചുയർന്ന സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് 240 രൂപയാണ് ഇന്ന് രാവിലെ കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,15,680 രൂപയാണ്. ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 14,460 രൂപയായി. ഏതാനും ദിവസങ്ങളായി ഇടിവ് പ്രകടിപ്പിച്ച പവൻ വില ഇന്നലെ 880 രൂപ വർദ്ധിച്ചിരുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,26,920 രൂപയായിരുന്നു സ്വർണ്ണവില. ഇത് പിന്നീടുള്ള ദിവസങ്ങളിൽ കുറയുകയായിരുന്നു. രണ്ടാഴ്ചക്കിടെ 11,000 രൂപയിലധികമാണ് ഇടിഞ്ഞത്. അടുത്തറിയിപ്പ്, വാണിജ്യാവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം സുഗമമാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ വന്നിരിക്കുകയാണ്. സിലിണ്ടർ വിതരണം നിരീക്ഷിക്കുന്നതിന് കേരള LPG സപ്ലൈ ട്രാക്കർ എന്ന പേരിൽ ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പോർട്ടലിലൂടെ ഇന്ധന കമ്പനികൾക്കും വിതരണക്കാർക്കും ഉപഭോക്താക്കൾക്കും വിവരങ്ങൾ അറിയാൻ കഴിയും. ആവശ്യകത കണക്കിലെടുത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാചകവാതക വിതരണത്തിലെ ക്രമക്കേട് തടയാൻ കർശന നടപടികളാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അടുത്തറിയിപ്പ്, വിഷു പ്രമാണിച്ച് സപ്ലൈകോ വഴി 1000 രൂപയ്ക്ക് പ്രത്യേക വിഷു കിറ്റ് ഏപ്രിൽ 1 മുതൽ ലഭ്യമാകും. 16 ഇനങ്ങളടങ്ങിയ ഈ കിറ്റിന്റെ യഥാർത്ഥ വില 1,250 രൂപയാണ്. കൂടാതെ 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ ഇളവ് നൽകുന്ന വിഷു കൈനീട്ടം കൂപ്പൺ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തറിയിപ്പ്, കേരളത്തിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് കുടിശ്ശികയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യാൻ തീരുമാനമായിരിക്കുകയാണ്. 6 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ ഏകദേശം 9,600 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുക. പ്രതിമാസം 1,600 രൂപ നിരക്കിലുള്ള പെൻഷനാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സർക്കാർ നൽകുന്ന 50 കോടി രൂപയുടെ വായ്പാ സഹായവും മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള ഫണ്ടും ഉപയോഗിച്ചാണ് ഈ വിതരണം സാധ്യമാക്കുന്നത്. സംസ്ഥാനത്തെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് മാർച്ച് മാസത്തെ തുക മാസാവസാനത്തോടെ ലഭിക്കും. 2,000 രൂപ വീതമാണ് നിലവിൽ പെൻഷനായി സർക്കാർ ഇവർക്ക് നൽകി വരുന്നത്. 3 മാസത്തേക്കുള്ള പെൻഷൻ വിതരണം മുടങ്ങാതെ നടത്തുന്നതിനായുള്ള മുൻകൂർ നിർദ്ദേശങ്ങൾ സർക്കാർ ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ടും പെൻഷൻ ലഭ്യമാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.